ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിലാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്ക അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ചക്കക്ക് അനുസരിച്ചാവും കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ നല്ല കട്ടിയുള്ള ചുളക്കാണെങ്കിൽ ഒരു കപ്പ പുഴുക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാട്ടോ വരിക. ഇത് നല്ല പൊടിയുള്ള ചക്കയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു 3 വിസിലാവോളം ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ 3 വിസിൽ, ശരിക്കും 2 വിസിലൊക്കെ മതി. ഇനി ഇതിലേക്കുള്ള അരപ്പിന് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ജീരകം, കുറച്ച് വെളുത്തുള്ളി അല്ലികൾ, പിന്നെ കുരുമുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം, വെള്ളം ചേർക്കാതെ വേണം. അപ്പോഴേക്കും നമ്മുടെ ചക്ക വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഈ തേങ്ങ അരച്ചത് ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയിലായിരിക്കും കേട്ടോ ചക്കക്കൂട്ട ഉണ്ടാക്കുന്നുണ്ടാവുക. ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി വറവിടണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറവിടുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ചക്കക്കൂട്ടാനക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചക്കക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിനും പിന്നെ 4 മണി ചായക്കൊക്കെ എടുക്കാം. കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളി കോംബോയാണ്. ഇതുപോലെയാണ് നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.